ഹായ് നമസ്കാരം കൂട്ടുകാരെ. ആകർഷണ നിയമത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കതിന് ചില റൂളുകളുണ്ട്. അത് നമ്മൾ പാലിക്കുമ്പോൾ മാത്രമേ ആകർഷണ നിയമം നമ്മുടെ ലൈഫിൽ അനുഭവത്തിൽ വരികയുള്ളൂ. നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നേടണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ അതിനെക്കുറിച്ച് ഓർത്താണ് നമ്മൾ ദുഃഖിക്കുന്നത്. അല്ലാതെ വരാനിരിക്കുന്നതിനെ പറ്റി ഓർത്ത് നമ്മൾ ദുഃഖിക്കാറില്ലല്ലോ. വരാനിരിക്കുന്നത് സന്തോഷമാണോ ദുഃഖമാണോ എന്ന് വിചാരിക്കുന്നത് നമ്മളാണ്. നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് നാളെ സന്തോഷമാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ചിന്തകളാണെങ്കിൽ നാളെ നമുക്ക് സന്തോഷമായിരിക്കും. അതല്ല എൻ്റെ കഴിഞ്ഞു പോയ എന്തൊക്കെയോ കാര്യങ്ങളുടെ സങ്കടം, ഇന്ന് ഞാൻ ആ സങ്കടം അത് കഴിഞ്ഞിട്ട് കുറേ നാളായെങ്കിലും അതിനെപ്പറ്റിയാണ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിനെപ്പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദുഃഖം തന്നെ ഇന്നും, ആ ദുഃഖം തന്നെ നാളെയും വരും. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ എന്തിനെപ്പറ്റി ചിന്തിക്കുന്നു അതാണ് നമ്മൾ. ആകർഷണ നിയമം നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യം നമ്മൾക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എനിക്ക് കിട്ടും 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 അങ്ങനെയല്ല. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വരും അങ്ങനെയല്ല. ഇപ്പം നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു പുതിയ ജോലി വേണം. അപ്പം നമ്മൾ ആകർഷണ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കത് അട്രാക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത്, താങ്ക് യു ഗോഡ്, എനിക്ക് ഈ പുതിയ ജോലി തന്നതിന് നന്ദി, ഇതെനിക്കിഷ്ടമായി, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ശമ്പളം കിട്ടിയതിന് നന്ദി, ഞാനിത് ശമ്പളം കൊണ്ട് ഇതൊക്കെ വാങ്ങുന്നതിന് നന്ദി. ഇങ്ങനെ നമ്മൾ സംസാരിക്കണം. അതായത് ഇപ്പം നമുക്ക് കിട്ടി, അതായത് പ്രസൻറ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് വേണം നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ മനസ്സിലൂടെ പറയാൻ. അങ്ങനെയാണ് ആ പ്രപഞ്ചം നമ്മളിലേക്ക് അതിനെ എത്തിക്കുന്നത്. അതായത് പ്രപഞ്ചം വിശ്വസിക്കുന്നു അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞുവെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ ബോഡി അതിനു വേണ്ടി അല്ലെ മനസ്സ് അത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയാണ്. അതിനാണ് ഈ ആകർഷണ നിയമത്തിൽ ഒരേ കാര്യം തന്നെ ഒത്തിരി പ്രാവശ്യം എഴുതണം, ഒത്തിരി പ്രാവശ്യം ചിന്തിക്കണം, ഒത്തിരി പ്രാവശ്യം അതിനെപ്പറ്റി പഠിക്കണം എന്നൊക്കെ പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം എനിക്കതുണ്ട്, ഇപ്പം എനിക്ക് 1,00,000 രൂപ ആവശ്യമുണ്ട്. അപ്പം അതെനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടണം വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കണം, യാചിക്കുന്നു, എനിക്ക് വേണം. ഒരിക്കലും ആകർഷണ നിയമത്തിൽ യാചന എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വർക്കൗട്ട് ആവത്തില്ല. നമ്മളിങ്ങനെ ഭിക്ഷ യാചിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തോടൊരു കാര്യം അല്ലെ പ്രപഞ്ചത്തോടൊരു കാര്യം, എനിക്ക് വേണം, എനിക്ക് കിട്ടിയേ പറ്റൂ, വേണം ഇങ്ങനെ ഭിക്ഷ, എനിക്ക് തായോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷണ നിയമം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല. നമ്മളതിനെ ഡിമാൻഡ് ചെയ്യുകയാണ് വേണ്ടത്. എനിക്കത് ആവശ്യമാണ്, എന്ന് വെച്ചാൽ അത് കിട്ടാനുള്ള എല്ലാ അർഹതയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞ് നമ്മളതിനു വേണ്ടി റെഡിയാണ്. നമുക്കതിനുള്ള എല്ലാ അർഹതയുണ്ടെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുമ്പോഴാണ് അത് നമ്മളിലോട്ട് എത്തിച്ചേരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്കൊരു പുതിയ കാറ് വാങ്ങണം. അപ്പം നമ്മൾ വിചാരിക്കുക അതിന് ഒത്തിരി നമ്മൾക്കൊരു ഇഷ്ടമുള്ളൊരു കാറുണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ അതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളത് ഒരു സെറ്റ് ചെയ്തു, ഇന്ന കാറാണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ എനിക്കത് വേണം, എനിക്കത് കിട്ടും, ദൈവമേ എനിക്ക് വേണം, എനിക്കതില്ലാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യാചിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളോടോ. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്? കാരണം നമ്മൾ ചെറുപ്പത്തിലേ മുതലേ നമുക്ക് പഠിപ്പിച്ച് തന്നത് അങ്ങനെയാണ്. നമ്മൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചത് നേടിയെടുക്കണം. ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആകർഷണ നിയമത്തിലോട്ട് വരുമ്പോൾ ഈ കരച്ചിലും ബഹളവും സങ്കടങ്ങളും കണ്ണുനീരും അങ്ങനെയല്ല. ആകർഷണ നിയമത്തിലോട്ട് വരുമ്പോൾ ഈ ലോകത്ത് എല്ലാ വ്യക്തികളും അനുഭവിക്കുന്ന എന്തൊക്കെ സുഖമുണ്ടെങ്കിലും അതൊക്കെ അനുഭവിക്കാൻ എനിക്കും യോഗ്യതയുണ്ട്, ഞാനും അതിന് കഴിവുള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് ബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ആകർഷണ നിയമപ്രകാരം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുകയും ചിന്തിക്കുകയും പറയുകയും ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ആവശ്യം നടന്നു കിട്ടിയതിന് നന്ദി ദൈവമേ, എനിക്കിത് തന്നതിന് നന്ദി എന്ന് മാത്രമേ പറയാവുള്ളൂ. എനിക്ക് കൊണ്ടുപോയോ, എനിക്ക് വേണേ എന്ന് പറഞ്ഞ് ഇനി തൊട്ട് ഒരിക്കലും കരഞ്ഞ് ബഹളം വെച്ച് കണ്ണുനീരൊലിപ്പിച്ച് ഒരാവശ്യങ്ങളും നമ്മൾ ആകർഷണ നിയമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നേടാൻ വേണ്ടി ശ്രമിക്കരുത്. അത് വർക്കൗട്ട് ആവത്തില്ല.